സമ്മൺ ഹാസ് കം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? സമ്മൺ ഹാസ് കം എന്ന് പറയുന്ന വാക്യം എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? നോർമൽ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഇറ്റ്സ് ടാഗ് എന്തായിട്ടാണ് മാറുന്നത്? നെഗറ്റീവ് ആയിട്ടാണ് മാറുന്നത്. ഗിവൺ ഓപ്ഷൻസ് എല്ലാം നെഗറ്റീവ് ആണ്. ഹാസിൻ്റെ ആയാലും ഹാവിൻ്റെ ആയാലും ഒക്കെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? നെഗറ്റീവ് ഓപ്ഷൻസിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് എൻ്റെ ടാഗ് എന്തായിട്ട് മാറുന്നത്? നെഗറ്റീവ് ആയിട്ട് മാറുന്നുണ്ടാവും അല്ലേ. ഇനി നോക്കണം, സമ്മൺ എന്ന് പറയുന്നത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഒരു ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ ആണ്. അപ്പോൾ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് പ്രൊനൗൺ ടാഗിൽ വരണം. സഡൻ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ലൈക്ക് സമ്മൺ, സംബഡി, നോ വൺ, നോബഡി, എവ്രിവൺ, എവ്രിബഡി. ഉണ്ടാ ഇങ്ങനെയൊക്കെയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസുകൾ വരുമ്പോൾ ഇതിന്റെ കറസ്പോണ്ടിങ് പ്രൊനൗൺ ആയിട്ട് ടാഗിൽ നമ്മൾ ഫംഗ്ഷൻ ചെയ്യുന്നത് ആരായിരിക്കും? ദേ ആയിരിക്കും. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. സമ്മൺ, സംബഡി, നോ വൺ, നോബഡി, എവ്രിവൺ, എവ്രിബഡി, നോ വൺ, നോബഡി ഒക്കെ വരുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് പ്രൊനൗൺ എന്താണ്? നമുക്ക് എന്താണ്? സമ്മണ്ണോ സംബഡിനോ ടാഗിൽ സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല. ഇതിന്റെ എല്ലാം കറസ്പോണ്ടിങ് പ്രൊനൗൺ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ആരാണ്? ദേ ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇവിടെ എല്ലാം നോക്കിയേ, സമ്മൺ ഹാസ് കമ്മിന്റെ ടാഗിൽ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു ഓപ്ഷനാണ് ഹാവിൻ്റെ വി. കാരണം ഇവിടുത്തെ റിയൽ സബ്ജക്റ്റ് വി അല്ല. വി ആയിട്ട് സബ്ജക്റ്റ് ഫംഗ്ഷൻ ചെയ്യുമ്പോഴേ നമുക്ക് വി എന്ന് ഉപയോഗിക്കാൻ പറ്റൂ അല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് സമ്മൺ ഹാസ് കമ്മിന്റെ ടാഗിൽ ബി, ദേ എന്നുള്ള സബ്ജക്റ്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ ഗിവൺ ഓപ്ഷൻസ്, അതായത് ബി കയറി വരുന്ന ഓപ്ഷൻസ് പറ്റൂല. ഇനി രണ്ട് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്, ഹാസിൻ്റെ ആൻഡ് ഹാവിൻ്റെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് സമ്മൺ, സംബഡി, നോ വൺ, നോബഡി തുടങ്ങിയിട്ടുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസുകളെ ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്ന വെർബിന്റെ ഫോം എന്തായിരിക്കും? ഓൾവേസ് സിംഗുലർ വെർബ് ആയിരിക്കും. ഓൾവേസ് സിംഗുലർ വെർബ് അല്ലേ. ഫോർ എക്സാമ്പിൾ, സമ്മൺ ഈസ് കമ്മിങ്, സമ്മൺ ഈസ് കമ്മിങ്. ഉണ്ടോ? ഈ വാക്കിന്റെ ടാഗിൽ നമ്മൾ പറയുമ്പോൾ ഒരിക്കലും നമുക്ക് സമ്മൺ ആർ കമ്മിങ് എന്ന് പറയില്ല. ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ സമ്മൺ ഈസ് കമ്മിങ് എന്ന് പറയാം. എന്താ കാരണം? റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മൺ, സംബഡി തുടങ്ങിയിട്ടുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസുകളെ കണക്ട് ചെയ്യുന്ന വെർബ് എപ്പോഴും എന്തായിട്ടാണ് വരുന്നത്? സിംഗിൾ ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷേ ടാഗിന്റെ കേസിൽ ഇതിന്റെ എല്ലാ സബ്ജക്റ്റ് എന്തായിട്ട് മാറുവാണ്? ദേ എന്നുള്ള പ്ലൂറൽ സബ്ജക്റ്റിലേക്ക് മാറുന്നത് അല്ലേ. അപ്പോൾ അവിടെ ദേയോടൊപ്പം നമുക്ക് എന്താണ്? പ്ലൂറൽ എഗ്രിമെന്റ് തന്നെ വേണം. അപ്പോൾ ഒരിക്കലും നമുക്ക് സമ്മൺ ഈസ് കമ്മിങ്ങിന്റെ ടാഗ് എന്താ വരുന്നത്? ഈസിന്റെ ദേ എന്ന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കണ്ടോ? റോങ് ആയിട്ടുള്ള ദെൻ എഗ്രിമെന്റ് ആണ് ഈസിന്റെ ദേ. പകരം നമുക്ക് അതിന്റെ ടാഗ് എന്തേ ഉപയോഗിക്കാൻ പറ്റൂ? ആറിന്റെ ദേ എന്നേ ഫംഗ്ഷൻ ചെയ്യാൻ പറ്റൂ. ആറിന്റെ ദേ. ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ? അതായത് സമ്മൺ ഈസ് കമ്മിങ്ങിന്റെ ടാഗ് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ആറിന്റെ ദേ എന്ന് വരുന്നുണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, സമ്മൺ ഹാസ് കമ്മിന്റെ ടാഗ് നോക്കുക. ഹാസ്, ദെൻ ഹാവിന്റെ, ദെൻ ഹാസിന്റെ ദേ ഉണ്ട്, ഹാവിന്റെ ഉണ്ട് അല്ലേ. ഇവിടെ നമുക്ക് നോർമലി സ്റ്റേറ്റ്മെന്റിലെ ഓക്സിലറി ഹാസ് ആണെങ്കിൽ പോലും അതിന്റെ ടാഗിലേക്ക് വരുന്ന സബ്ജക്റ്റിൽ അതിനെ കണക്ട് ചെയ്ത് നമുക്ക് ഹാസ് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ റീസൺ എന്ന് വെച്ചാൽ ഇവിടെ എറർ എഗ്രിമെന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ദേ എന്ന് പറയുന്നത് എന്തായിട്ടാണ് വരുന്നത്? ഒരു പ്ലൂറൽ സബ്ജക്റ്റും ഹാസ് എന്നുള്ളൊരു സിംഗുലർ ആണ്. ഒരിക്കലും നമുക്ക് സിംഗുലർ ഓക്സ് വെർബിനോടൊപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റിനെ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഉണ്ടോ? ഇനി ടാഗിലെ സബ്ജക്റ്റിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ടാഗിലെ സബ്ജക്റ്റ് അവിടെ ഡേ ആയിട്ട് തന്നെ നിലനിർത്തുന്നുണ്ടാവും. ദേ ക്യാൻസറുമായിട്ട് ഹാസിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്ലൂറലിലേക്ക് കൺവെർട്ട് ചെയ്ത് കൊടുക്കണം. സോ ദ ആൻസർ ഈസ് ഹാവിൻ്റെ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളുടെയൊക്കെ അല്ലേ അല്ലെങ്കിൽ ടോപ്പിക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ദെൻ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് വരെയുള്ള ക്ലാസ്സുകൾ, ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേറെ റേസിന് തന്നെ എന്താണ് കാലിക്കറ്റ് ബ്രാഞ്ചിൽ ദെൻ ഓഫ്ലൈൻ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം.